ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഉള്ളനാട് പ്രസിദ്ധമായ ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രത്തിൽ പോവാണ്. ഞങ്ങളൊരു വൈകുന്നേരം സമയമൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയപ്പോൾ നല്ല കാലാവസ്ഥയായിരുന്നു. പക്ഷെ പകുതി വഴി ആയപ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങൾ വിചാരിച്ച് മഴ കാരണം നല്ല രീതിയിൽ തൊഴാനും എടുക്കാനും ഒന്നും പറ്റത്തില്ലായിരിക്കുമെന്ന്. പക്ഷേ ഇല്ല, ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കിനും അവിടെ ഘോഷയാത്രയൊക്കെ പോകുന്നേ ഉള്ളായിരുന്നു. മഴ കാരണം അവരെല്ലാവരും അവിടെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഭഗവാനെയും കണ്ട് ഞങ്ങൾ മുന്നോട്ട് അമ്പലത്തിലേക്ക് നടന്നു. ഇവിടേക്ക് വരാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെ ഭയങ്കര പോസിറ്റീവാണ്. പ്രത്യേകിച്ച് ഇവിടെ ഉണ്ണിക്കണ്ണൻ ആയതുകൊണ്ടും നീലുൻ്റെ നാള് രോഹിണി ആയതുകൊണ്ടും ഒരു പ്രത്യേകത തോന്നും. നമ്മളിവിടെ കയറുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും. അവിടുത്തെ സറൗണ്ടിങ്സ് ആയാലും നമ്മൾക്ക് നല്ല രീതിയിൽ സന്തോഷപ്പെടുത്തുന്ന രീതിയിലുള്ളത്. നമ്മൾ സത്യം പറഞ്ഞാൽ ഗുരുവായൂർ പോകുന്ന പോലെ തന്നെ ഒരു ഫീലിംഗ് ആണ്. എല്ലാ മാസവും രോഹിണി നാളിലും ഇവിടെ എന്തൊക്കെയോ പ്രത്യേകതയും ആഘോഷങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ മാസമാണ് അവിടുത്തെ ഉത്സവം. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ഉത്സവത്തിൻ്റെ ഘോഷയാത്രയാണ്. ഇവിടെ ഡാൻസ് കൂടാതെ ഗാനമേളയും പൂരവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളതൊന്നും കാണാൻ നിന്നില്ല. ഞങ്ങൾക്ക് ചെട്ടുകുളങ്ങര വരെ പോകണമായിരുന്നു. നീലുവിന് ഡാൻസ് ഇഷ്ടമായതുകൊണ്ട് കുറച്ചു നേരം നീലുവിൻ്റെ ഡാൻസ് കാണിച്ചു. ഇവിടുത്തെ മെയിൻ വഴിപാടാണ് ഉറി കിട്ടുന്നത്. ഉറിയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള പലഹാരങ്ങൾ വെക്കാം. ഉണ്ണിയപ്പം ആയാലും വെണ്ണയായാലും ലഡു ആയാലും അത് നമ്മുടെ ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ അകത്ത് കയറി തൊഴുത് പ്രസാദമൊക്കെ മേടിച്ച് വെളിയിലിറങ്ങി. കഴിഞ്ഞ വട്ടം ഞങ്ങൾ വന്നപ്പോൾ ഇതൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇതൊക്കെ പുതിയതായിട്ട് വന്നതാണ്. ഈ കാണുന്ന ഉറിയെല്ലാം ഓരോരുത്തരും നേർന്ന് കിട്ടുന്നതാണ്. ഈ കാണുന്ന പടങ്ങളെല്ലാം ഓരോരുത്തരും ഇവിടെ സമർപ്പിക്കുന്നതാണ്. നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. ഇവിടെ എല്ലാം അലങ്കരിച്ചേക്കുന്നത് ഈ പടങ്ങളും ഉറികളുമാണ്.
അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തൊഴുതിറങ്ങി. ഞങ്ങൾക്കിനി ചെട്ടികുളങ്ങരയും കൂടെ പോകണമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി. അധികം നേരം അവിടെ നിന്നില്ല. ഇറങ്ങാൻ നേരത്ത് ഞങ്ങൾ ഐസ്ക്രീമും കടലയൊക്കെ മേടിച്ചുകൊണ്ടാണ് പോയത്. ഉത്സവത്തിന് അത് മസ്റ്റാണല്ലോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ ഘോഷയാത്രയൊക്കെ തിരിച്ചു വന്നു അമ്പലത്തിലോട്ട്. അങ്ങനെ ഞങ്ങൾ ചെട്ടികുളങ്ങരയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാം അഴിച്ചായിരുന്നു. ഞങ്ങൾക്ക് കുംഭഭരണി കൂടാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളത് കാണാനായിട്ട് വന്നതാണ്. പക്ഷെ അത് നേരത്തെ അഴിച്ചു ഈ വട്ടം. അമ്പലത്തിൽ ചെന്നപ്പോഴത്തേക്കിനും നടയൊക്കെ അടച്ചിട്ടേക്കുമായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് നേതി വന്നു. കുറച്ചു നേരം ഞങ്ങൾ അവിടെ നിന്ന് അന്വേഷിച്ചപ്പോൾ ദേവി പറക്കി പോയേക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ വെളിയിലെല്ലാം തൊഴുത് വെച്ച് ദേവി എവിടെയാണോ പറക്കി പോയത് അവിടേക്ക് പോയി. എഴുതിക്കേ അമ്പലത്തിൽ നിന്ന് 5-6 കിലോമീറ്റർ ദൂരെ കണ്ണമംഗലം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ദേവി. അവിടുത്തെ ഒരു അമ്പലത്തിലെ നെയ്തത്തിന് കയറുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ദേവിയെ കണ്ട് തൊഴുത് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ടാറ്റാ.